യേശു എൻ കൂടുണ്ട് അനുദിനവും പതറാതെ നടത്തിയിടും തൻ പാതയിൽ. യേശു എൻ കൂടുണ്ട് അനുദിനവും പതറാതെ നടത്തിയിടും തൻ പാതയിൽ. പ്രതികൂല കാറ്റുകൾ അടിച്ചെന്നാലും താങ്ങിടും കർത്തനെന്നെ തൻ കരത്തിൽ. പ്രതികൂല കാറ്റുകൾ അടിച്ചെന്നാലും താങ്ങിടും കർത്തനെന്നെ തൻ കരത്തിൽ. മഹാരാജാവായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഫിലദൽഫിയ AG ഷാർജ ഒരുക്കിയ അനുഗ്രഹീത വിരുന്നിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നിത്യത മുതൽ നിത്യത വരെയുള്ള ബൃഹത്തായ പഠന മേഖലയായിരുന്നു കഴിഞ്ഞ 44 ക്ലാസ്സുകൾ നമ്മൾ കണ്ടത്. ഇന്നും അത് തന്നെയാണ് തുടരുന്നത്. വളരെ വിലപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ വലിയ പഠന പരമ്പരയ്ക്ക് വഴിയൊരുക്കിയത് ഫിലദൽഫിയ AG ഷാർജ വിശ്വാസികൾ, വിശേഷാൽ കർത്താവദാസൻ പാസ്റ്റർ റെജി തോമസ് ആണ്. അവരോടുള്ള പ്രത്യേക നന്ദിയും വന്ദനവും അറിയിക്കുന്നതോടൊപ്പം ഇന്ന് സൂം വഴി ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്ക്, മാധ്യമങ്ങൾ വഴി ശ്രമിക്കുന്ന ബഹുമാനരായ ഏവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ അരുമനാഥന്റെ നാമത്തിൽ ഞാൻ സമർപ്പിക്കുന്നു. നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. മക്കൾ ഇപ്പോൾ സ്ലൈഡ് വായിക്കുന്നതാണ്. ഫിലദൽഫിയ AG ഷാർജ, എവർലാസ്റ്റിംഗ് ടു എവർലാസ്റ്റിംഗ്, സിംഹാസനങ്ങളും മുക്തിയുടെയും സ്ക്രിപ്ചർ മെസ്സേജ് സീരീസ് പാർട്ട് 45. നമ്മുടെ 45ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നു. ഇതുവരെ എടുക്കാത്ത വിഷയങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സിംഹാസനങ്ങളെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. നമുക്ക് തിരുവഴുത്തിൽ നിന്ന് തന്നെ അത് കാണാം. നമുക്ക് ഓരോ ഭാഗവും ശ്രദ്ധിച്ചു വായിക്കേണ്ടതുണ്ട്. വായിക്കാം. Thrones in scripture. A. Divine throne related to the eternal heavens and cosmos. ഇവിടെ സിംഹാസനങ്ങൾ തിരുവഴുത്തിൽ എങ്ങനെയൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന ഒരു മുഖവരയാണ് ഈ സ്ലൈഡ്. അത് ദിവ്യമായ സിംഹാസനം, നിത്യ സ്വർഗങ്ങളോട് ബന്ധപ്പെട്ട്, പ്രപഞ്ചത്തോട് ബന്ധപ്പെട്ട് എങ്ങനെ എന്ന് പഠിക്കേണ്ടതാണ്. അങ്ങനെ വിശാലമായ പാഠഭാഗം അവിടെയുണ്ട്. അടുത്തത് B. Worldly thrones. ലോക സിംഹാസനങ്ങൾ എന്ന് പറയുമ്പോൾ 7 സാമ്രാജ്യങ്ങളെ കുറിച്ചുള്ള വർണ്ണനയാണ് ബൈബിളിൽ കാണുക. 7 സാമ്രാജ്യങ്ങൾ. ഒന്നാമത്തേത് മിസ്രയീമാണ്, അവിടെ സിംഹാസനം. രണ്ടാമത്തേത് അശൂരാണ്. മൂന്നാമത്തേത് ബാബിലോണാണ്. നാലാമത്തേത് കൃത്യമായി പറഞ്ഞാൽ മെദോ പെർഷ്യയാണ്. അഞ്ചാമത്തേത് ഗ്രീസാണ്. ആറാമത്തേത് കൃത്യമായി നമുക്കറിയാം റോമാണ്. ഏഴാമത്തേത് ഇനി വരാൻ പോകുന്ന 10 രാജ്യങ്ങൾ ചേർന്ന ദശരാജ്യ സംഘടന 10 കിങ്ഡം കോൺഫറൻസിയുടെ സിംഹാസനമാണ്. അതാണ് വേൾഡ്ലി ത്രോൺസ്. അതൊരു വലിയ പാഠഭാഗം ബൈബിൾ കൃത്യമായി കാണാൻ കഴിയും. 7 സിംഹാസനങ്ങൾ. എന്ന് അടുത്തത് വായിക്കാം നമുക്ക്. C. Satanic thrones made heavens and earth. ഉണ്ടാക്കിയ സ്വർഗങ്ങളിലും ഭൂമിയിലും പിശാച് സിംഹാസനങ്ങൾ വെച്ചിട്ടുണ്ട്. അത് വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ കൃത്യമായി കാണാം. ഈ 2 വിധ സിംഹാസനങ്ങൾ. പൊതുവായൊരു അറിവ് നമ്മളിപ്പോൾ ഇവിടെ ചിന്തിച്ചതേ ഉള്ളൂ. നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. നമുക്ക് വായിക്കാം. അടുത്ത ഭാഗത്തേക്ക് കടക്കാമല്ലോ. വായിച്ചാട്ടെ. The unseen realm, thrones and courts. നമ്മുടെ കാഴ്ചയിൽപ്പെടാത്ത, നമ്മുടെ ചിന്തയിൽപ്പെടാത്ത വലിയൊരു മേഖലയാണ് ഈ കാര്യം. സിംഹാസനങ്ങളും അതോടൊപ്പം കോടതികളും. സിംഹാസനങ്ങളും കോടതികളും നമ്മുടെ ദൃഷ്ടിയിൽപ്പെടാത്തത് എത്ര ഉണ്ട്? ഇപ്പൊ തന്നെ ഇന്ത്യയിലെ കോടതികളെല്ലാം നമ്മുടെ ദൃഷ്ടിയിൽപ്പെട്ടിട്ടുണ്ടോ? അപ്പോൾ ആ മേഖല ഏതാണെന്ന് ബൈബിളിൽ നിന്ന് പഠിക്കാൻ തക്കോണം ഞാൻ എന്റെ അറിവിൽ വലിയ ഒരു പാഠഭാഗമാണ് എന്ന് ഓർപ്പിക്കട്ടെ. അടുത്തത് Inside the heavenly courtroom. നമ്മൾ സിംഹാസനങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ കോടതിയിലുള്ള സിംഹാസന മുറികളെ കുറിച്ച്, അവിടെ എന്തെല്ലാം നടക്കുന്നുണ്ട്, അതൊരു വലിയ പാഠഭാഗമായി തന്നെ എഴുതിയിട്ടുണ്ട്. അത് സിംഹാസനങ്ങളിലെ ആന്തരിക മണ്ഡലത്തിലെ അന്തർഭാഗത്തെ കോടതികൾ എന്തൊക്കെയുണ്ട്.
പരസ്യമായി പ്രഖ്യാപിക്കപ്പെട്ട കോടതികൾ എന്തൊക്കെയുണ്ട്? അത് വേറെ ഒരു വലിയ പഠനമാണ്. അടുത്തത്, The divine council revealed itself. ഇനി നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിന്റെ കൗൺസിൽ സംബന്ധിച്ച് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കൃത്യമായ രേഖ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ ദ കൗൺസിൽ ഓഫ് ഗോഡ് എന്ന് പറയുന്ന അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതും നമ്മൾ മനസ്സിലാക്കിയതാണ്. ഞാൻ ഇതോട് ബന്ധപ്പെട്ട് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ കൃത്യമായി അത് പഠിക്കണം. അടുത്തത്, Thronos, the seat of power. സിംഹാസനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശക്തിയുടെ സീറ്റാണ്. ദൈവത്തിന്റെ ശക്തിയുടെ സീറ്റാണ് എന്ന കാര്യം കൂടെ ഒരു വാക്കിൽ പറഞ്ഞ് നമ്മൾ അകത്തേക്ക് കടക്കുകയാണ്. മുഖവുര പറഞ്ഞു നിൽപ്പാൻ ഞാൻ ടൈം എടുക്കുന്നില്ല, ആഴങ്ങൾ പഠിക്കാനുള്ളത് കൊണ്ട്. നമുക്ക് ഓടിച്ച് ഈ സ്ലൈഡും കൂടി ഒന്ന് കാണാം. വായിച്ചാട്ടെ. Everlasting God and eternal thrones. നിത്യനായ ദൈവവും നിത്യമായ സിംഹാസനങ്ങളും. ഒന്നോടെ ഞാൻ പറയുന്നത് നിത്യനായ ദൈവവും നിത്യമായ സിംഹാസനവും എന്നല്ല, നിത്യനായ ദൈവവും നിത്യമായ സിംഹാസനങ്ങളും എന്ന പ്ലൂരലാണ്, ബഹുവചനമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നറിഞ്ഞിരിക്കണം. അടുത്തത്, ആവർത്തന പുസ്തകം 33-ാം അധ്യായം 29-ാം വാക്യം, നിത്യനായിരിക്കുന്നവൻ. I live forever. Isaiah chapter 40 verses 28. The everlasting God, Jehovah. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 33-ാം വാക്യം, നിത്യദൈവമായ യഹോവയുടെ നാമം. റോമർക്കെതിരെ ലേഖനം 16-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ നിത്യദൈവത്തിന്റെ നിയോഗപ്രകാരം. യെശയ്യാവ് 57-ാം അധ്യായം 15-ാം വാക്യം ശാശ്വതവാസി. Inhabited eternity. Nehemiah chapter 9 verses 5. Everlasting to everlasting, thou art God. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അത് ഒറ്റ വാചകത്തിൽ ഇങ്ങനെ പറയട്ടെ, നിത്യനായ ദൈവത്തിന് നിത്യമായ സിംഹാസനങ്ങളുണ്ട് എന്ന് തെളിയിക്കാനുള്ള വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇവിടെ അടുത്ത ഒരു ഭാഗം കൂടെ ചേർത്ത് പറയട്ടെ, നിത്യനായ ദൈവവും നിത്യമായ സിംഹാസനങ്ങളും വിശുദ്ധന്മാരും എന്ന അർത്ഥവത്തായ ഒരു പഠനത്തിലേക്കാണ് ഇന്ന് നമ്മൾ പാദമൂന്നുന്നത്. നമുക്ക് അതിലേക്കൊന്ന് കടക്കണം. നമുക്ക് ഒന്നിച്ച് പ്രവേശിക്കാം. സ്വർഗം നമ്മളെ അതിനായി സഹായിക്കട്ടെ. ഇവിടെ മുതൽ നമ്മുടെ പഠനം ആരംഭിക്കുകയാണ്. നമുക്കൊന്ന് വായിക്കാം മക്കളെ, ഉറക്കെ വായിക്കാം. Supreme court and courts of eternal God. പരമകോടതി എന്ന് പറയുന്ന സ്വർഗത്തിലെ കോടതിയുണ്ട്. അപ്പോൾ തന്നെ ദൈവത്തിന്റെ കോടതികൾ ഉണ്ട്. അത് രണ്ടാണ്. പരമകോടതി എന്ന് പറയുന്നത് വേറെ, ദൈവത്തിന്റെ കോടതികൾ എന്ന് പറയുന്നത് വേറെ. ഞാനിത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ അറിവിലുണ്ടോന്ന് എനിക്കറിയില്ല, മൊബൈൽ കോർട്ട്, സഞ്ചാര കോടതി നിങ്ങൾ കണ്ടു കാണും. സഞ്ചാര കോടതിയിൽ എന്നെ വിധിക്കാൻ വിളിച്ചതാണ്. ഞാൻ പോയി അറ്റൻഡ് ചെയ്തതാണ് ഹൈദരാബാദിൽ വെച്ച്. അത് ഞാൻ ഒരിക്കലും ഇവിടെ പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ട് അത് വിടുന്നു. അപ്പൊ സഞ്ചാര കോടതി എന്ന വിഷയം ആദ്യമായി അവതരിപ്പിച്ചിട്ടുള്ളത് ബൈബിളാണ് എന്ന കാര്യം കൂടി അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ പരമകോടതിയും കോടതികളും ദൈവത്തിൻ്റെത് എന്ത് എന്ന ഭാഗം മാത്രം നമ്മൾ ഇപ്പോൾ ചിന്തിക്കുകയാണ്. വായിക്കാം നമുക്ക്. യഹോവയുടെ സിംഹാസനം. സങ്കീർത്തനം 11-ാം അധ്യായം 4-ാം വാക്യം, 20-ാം അധ്യായം 6-ാം വാക്യം. നിന്റെ സിംഹാസനം പുരാതനമേ, ഒലാം എറ്റേണൽ, സ്ഥിരമായിരിക്കുന്നു. പുരാതനം, ഹീബ്രു ഒലാം. സങ്കീർത്തനം 45-ാം അധ്യായം 6-ാം വാക്യം, വയൽ ഒലാം. ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതാകുന്നു. സങ്കീർത്തനം 93-ാം അധ്യായം 2-ാം വാക്യം, ഒലാം. ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതാകും. ഇവിടെയാണ് നമ്മുടെ ചിന്ത ആദ്യം പതിക്കേണ്ടത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, യാവേ ബഷായിം ഹിസോ എന്ന എബ്രായ ഭാഗം വിശാലമായി ട്രാൻസ്ലേറ്റ് ചെയ്ത ഡാർബി ഉണ്ട്, LITV ഉണ്ട്, YLT ഉണ്ട്. ആ ഭാഗം ഞാൻ പറയാം. ഹിസ് ത്രോൺ ഈസ് ഇൻ ദ ഹെവൻസ് എന്നാണ്. ഹിസ് ത്രോൺ ഈസ് ഇൻ ദ ഹെവൻസ്. ആ ഭാഗം നിങ്ങളൊന്ന് കാണും, നല്ലതാണ്. സ്വർഗങ്ങളിൽ ഒരു സിംഹാസനം. സ്വർഗങ്ങളിൽ ഒരു സിംഹാസനം. ഒരു സ്വർഗത്തിലെ ഒരു സിംഹാസനമല്ല, സ്വർഗങ്ങളിൽ ഒരു സിംഹാസനം. അപ്പൊ അത് എന്തായിരിക്കുമല്ലേ? പ്രൈസ് ഗോഡ്. അത് നിത്യമാണ്. നിത്യനായ ദൈവത്തിന്റെ നിത്യമായ സ്വർഗാദി സ്വർഗങ്ങളിൽ ഒരു സിംഹാസനമുണ്ട്. നമ്മുടെ ചിന്തയിൽ ഒതുങ്ങാത്തൊരു സിംഹാസനമാണ്. അത് എന്തിന്
എന്ന കാര്യം നമ്മൾ പഠിക്കാൻ പോകുകയാണ്. നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. LITV എഴുതിയിരിക്കുന്നു, ജഹോവ ഹിസ് ത്രോൺ ഈസ് ഇൻ ദ ഹെവൻസ്. YLT എഴുതിയിരിക്കുന്ന അത് തന്നെ, ജഹോവ ഇൻ ദ ഹെവൻസ് ഈസ് ഹിസ് ത്രോൺ. അങ്ങനെ തർജ്ജമകൾ കൃത്യമായി കാണാൻ കഴിയും എന്നും കൂടെ ഓർപ്പിച്ചിട്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. ഇവിടെ നമുക്കൊരു വാക്യം വായിച്ചിട്ട് മുമ്പോട്ട് പോകാം. എടുക്കാം, യെശയ്യാവ് 66 വാക്യം. എല്ലാവരും എടുത്താട്ടെ. ഐഷ്യ ചാപ്റ്റർ 66 വേഴ്സ് 1. ഇംഗ്ലീഷിലും മലയാളത്തിലും ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. യെശയ്യാവിന്റെ പുസ്തകം 66 വാക്യം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, സ്വർഗം എന്റെ സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവുമാകുന്നു. ഈ വാക്യം അറിയുന്നവരാണ് ക്രൈസ്തവ ലോകം. പക്ഷെ അതിന്റെ ഒറിജിനൽ അതല്ല. വായിച്ചാട്ട് ഇംഗ്ലീഷിൽ. Isaiah chapter 66 verses 1. Thus saith the Lord, the heaven is my throne, and the earth is my footstool. Where is the house that ye built unto me, and where is the place of my rest? അവിടെ എബ്രായ ശബ്ദത്തിൽ ഹെവൻ എന്നത് സിംഗുലർ അല്ല, ഹാഷമായീം, അത് പ്ലൂരലാണ്. നിങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. സ്വർഗങ്ങൾ എന്റെ സിംഹാസനം. ഒരു സ്തോത്രം പറയാൻ സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? സ്വർഗങ്ങൾ എന്റെ സിംഹാസനം. ആ ദൈവം ആരായിരിക്കുമെന്നാണ് ചിന്തിക്കുന്നത്. ഇവിടെ ആകെ കൂടി നമ്മുടെ സുപ്രീം കോർട്ടിൽ ഒരു ചെറിയ കെട്ടിടത്തിനകത്ത് ഒരു മുറിയിൽ ഒരു കസേരയിൽ അല്ലെങ്കിൽ ഒരു ബെഞ്ചിൽ പ്രൈസ് ഗോഡ് ഇരിക്കുന്ന സിംഹാസനത്തെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ കോടതികളുടെ സിംഹാസനത്തിന്റെ ഫോട്ടോകൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇവിടെ കാണിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. അത് കാണേണ്ടതാണ്. അത് കാണുമ്പോൾ നമുക്ക് ഐശ്വര്യമാണ്. നമ്മുടെ സുപ്രീം കോർട്ടിന്റെയും അമേരിക്കയുടെ ജനീവയിലെ വലിയ വലിയ കോടതികളുടെ പ്രൈസ് ഗോഡ് അതൊക്കെ കാണേണ്ടതാണ്. പക്ഷെ അത് ഇതുമായി വെച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല. ആമേൻ. സ്വർഗങ്ങൾ എന്റെ സിംഹാസനമാകുന്നു. Thus says Jehovah, the heavens are my throne. The heavens are my throne. അത് എത്ര തർജ്ജമയിൽ കാണാം നമുക്ക്? 103:19 കൂടെ നമുക്കൊന്ന് വായിക്കാം. എല്ലാവരും ആ ഭാഗത്തേക്ക് ഒന്ന് വരണേ. 103:19. സങ്കീർത്തനം 103 വാക്യം. യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. അവിടെ മലയാളത്തിൽ സ്വർഗമെന്ന് എഴുതിയിരിക്കുന്നത്, പക്ഷെ കറക്റ്റ് പറഞ്ഞാൽ അവിടെ ഹാഷമയീം, സ്വർഗങ്ങളിൽ സ്ഥാപിച്ചു എന്നാ. ഈ ഭാഗം നന്നായി അറിഞ്ഞിരിക്കണം നമ്മൾ. സ്വർഗങ്ങളിൽ എന്റെ സിംഹാസനം സ്ഥാപിച്ചിരിക്കുകയാണ്. മഹാരാജാവായ ദൈവം ആരാണെന്ന്, അവന്റെ സിംഹാസനത്തിന്റെ വലിപ്പം എന്താണെന്ന് കാണാൻ താല്പര്യമുള്ളവർ എത്ര പേരുണ്ട്? ആമേൻ. ഞാൻ നിങ്ങളോട് തുറന്നു പറയട്ടെ, ആ വലിയ സിംഹാസനവുമായി നമുക്ക് അഭേദ്യ ബന്ധമുണ്ട് എന്നറിയുന്നവർ എത്ര പേരുണ്ട്? ആമേൻ. അഭേദ്യ ബന്ധം. സ്വർഗങ്ങൾ അടങ്ങാത്ത നമ്മുടെ ദൈവത്തിന് വലിയ സിംഹാസനമുണ്ട്. അത് സ്വർഗങ്ങളിൽ ആണെന്ന് ഒന്നുകൂടെ എടുത്തു പറയട്ടെ ഞാൻ. അത് മാത്രമല്ല നമുക്ക് വായിക്കാനുള്ളത്, ഇതും കൂടി ഒന്ന് വായിച്ചു നോക്കിയേ. വെളിപ്പാട് പുസ്തകം 16 വാക്യം. ദൈവാലയത്തിലെ സിംഹാസനം. വെളിപ്പാട് 16:17. ഏഴാമത്തെ തന്റെ കലശം ആകാശത്തിൽ ഒഴിച്ചു, അപ്പോൾ സംഭവിച്ചു തീർന്നു എന്ന ഒരു മഹാശബ്ദം ദൈവാലയത്തിലെ സിംഹാസനത്തിൽ നിന്ന് വന്നു. ഇത് വേറെയാണ്. സ്വർഗങ്ങൾ സിംഹാസനമായിരിക്കുന്നത് വേറെ, ദൈവാലയത്തിലെ സിംഹാസനം വേറെ. ദൈവാലയത്തിലെ സിംഹാസനം ആരാധനയ്ക്ക് വരുന്നവർ കാണുന്ന സിംഹാസന. സ്വർഗങ്ങളിലെ സിംഹാസനം അതിന്റെ വലിയ ലക്ഷ്യം നമുക്ക് കാണാനുണ്ട്. നമുക്കത് പഠിക്കാം. മുമ്പോട്ട് പോകാം, അല്പം കൂടെ മുമ്പോട്ട് പോകാം. ഒന്ന് വായിച്ചു നോക്കിയേ. ഈ വാക്യങ്ങൾ തന്നെ നിങ്ങൾ എല്ലാവരും വായിക്കണം. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 1-2 വാക്യം വായിക്കണം. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. ഉടനെ ഞാൻ ആത്മനിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചു. സ്വർഗത്തിൽ സിംഹാസനം. അവിടെ സിംഗുലർ ആണ് സ്വർഗം. കൃത്യമായി അറിഞ്ഞിരിക്കുക. സ്വർഗം എന്ന് പറയുന്നത് ഏകവചനത്തിലാണ്.
സിംഹാസനം എന്ന് പറയുന്നത് ഏകവചനത്തിലാണ്. അപ്പൊ സിംഹാസനങ്ങൾ എത്രയുണ്ട്? സ്വർഗങ്ങൾ സിംഹാസനമായിരിക്കുന്നു ഒന്ന്, സ്വർഗത്തിൽ ഒരു സിംഹാസനം, ദൈവാലയത്തിൽ വേറെ സിംഹാസനം. ഇതിനൊക്കെ ലക്ഷ്യങ്ങൾ വേറെയാണ്. ആമേൻ. അപ്പൊ നമുക്കൊന്ന് കാണാൻ പോകണ്ടേ റെജി പാസ്റ്റേ? ഇതൊക്കെ ഒന്ന് കാണാനായിട്ട് നമുക്കൊന്ന് പോകണ്ടേ? ഹല്ലേലൂയ. നമ്മൾ ലോക കോടതിയുടെ സിംഹാസനം കാണാൻ പോകാറുണ്ട്. ഞാനത് ചിത്രം വഴി കണ്ടു. പല പ്രാവശ്യം അതിനെ കുറിച്ച് പഠിക്കുകയുണ്ടായി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോടതികളെ കുറിച്ച് പഠിക്കാൻ. എനിക്കൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മുടെ സുപ്രീം കോർട്ടിൽ പോയെന്ന് കാണണമെന്ന്. കാര്യമായിട്ടുള്ള വലിയ യാത്രയൊന്നുമില്ല. ഇന്ത്യയിലാണ്, ഇന്ത്യയിലെ സുപ്രീം കോടതിയാണ്. ഇവിടെ ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, സുപ്രീം കോടതിയുടെ സിംഹാസനത്തെക്കുറിച്ചും ബെഞ്ചിനെ കുറിച്ചും ഇന്ത്യയിലെ മാധ്യമങ്ങൾ വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, സ്വർഗങ്ങൾ അടങ്ങിയ സിംഹാസനം, അതിലിരിക്കുന്ന ദൈവം, ഒരു സ്വർഗത്തിലിരിക്കുന്ന സിംഹാസനം, അതിലിരിക്കുന്ന ദൈവം പോരാ, ദൈവാലയത്തിലെ സിംഹാസനം, അതിലിരിക്കുന്ന ദൈവം. നിങ്ങൾക്ക് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഈ സ്വർഗങ്ങളിലെ സിംഹാസനങ്ങളൊന്ന് കാണുവാനും അവനോടൊപ്പം അല്പനേരം ചെലവഴിക്കാനും? ഞാൻ അല്പനേരം എന്ന് പറഞ്ഞ വാക്ക് നാം മാറ്റട്ടെ, നിത്യത മുഴുവൻ ചെലവഴിക്കാൻ താല്പര്യമുള്ളവർ എത്ര പേരുണ്ട്? ഒരു നല്ല ഹല്ലേലൂയ പറയാൻ കഴിയുമോ നിങ്ങൾക്ക്? പ്രൈസ് ഗോഡ്. ഇവിടെ ഒരു വലിയ ഭാഗം നമ്മുടെ മനസ്സിൽ എത്തിക്കഴിഞ്ഞു. ഒന്ന് വായിച്ചു നോക്കിയേ. ഈ ഒരു വലിയ ഭാഗമാണ് ഇതുവരെ നമ്മൾ പഠിച്ചത്. സ്വർഗങ്ങളിലെ സിംഹാസനവും സ്വർഗത്തിലെ സിംഹാസനവും. The throne in heavens and heaven. ആ കൂട്ടത്തിൽ ദൈവാലയത്തിലെ സിംഹാസനം എന്നൊരു വാക്ക് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഓർപ്പിക്കുന്നു. നമ്മൾ സിംഹാസനങ്ങളുടെ ലിസ്റ്റ് കണ്ടിട്ടില്ല. ഞാൻ അതിന്റെ കാറ്റഗറി അറിയാൻ വേണ്ടി മാത്രമാണ് ആദ്യമായി പറഞ്ഞത്. പ്രൈസ് ദ ലോർഡ്. ഇവിടുത്തെ സുപ്രീം കോർട്ടിന്റെ ചീഫ് ജസ്റ്റിസ് വരുന്നു എന്ന് കേട്ടാൽ അതിന്റെ അകമ്പടി എന്താണ്? ഹല്ലേലൂയ. അത്രയും പറഞ്ഞ് നിർത്തട്ടെ, നമുക്ക് മുമ്പോട്ട് പോകാം. വായിക്കാം. നമുക്ക് അടുത്ത പ്രധാന ലിസ്റ്റ് ഒന്ന് വായിക്കാം. യഹോവയുടെ സിംഹാസനം, ഭാവിപരമായ 5 സിംഹാസനം. 5 eschatological thrones. യുഗാന്ത്യ ശാസ്ത്ര വീക്ഷണത്തിൽ, യുഗവിജ്ഞാനീയ വീക്ഷണത്തിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് പ്രധാനമായ 5 സിംഹാസനങ്ങളെ കുറിച്ചും അതിന്റെ ആവശ്യങ്ങളെ കുറിച്ചും നമുക്കറിയാം. ഇവിടെ ഒന്നുകൂടെ ഞാൻ എടുത്തു പറയുകയാണ്, സിംഹാസനസ്ഥനായിരിക്കുന്ന വലിയ ദൈവം ഇരിക്കുന്ന സ്വർഗങ്ങളിലെ സിംഹാസനവും സ്വർഗത്തിലെ സിംഹാസനവും ദൈവാലയത്തിന്റെ സിംഹാസനവും നമ്മൾ കണ്ടു. ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത് ഭാവിപരമായ അഥവാ യുഗാന്ത്യശാസ്ത്രപരമായ 5 സിംഹാസനങ്ങളെ കുറിച്ചാണ്. അത് വേറെയാണ്. നമുക്ക് നോക്കാം. അതിലൊന്ന് വായിച്ചാട്ട്. ദൈവത്തിന്റെ ന്യായാസനം അഥവാ ക്രിസ്തുവിന്റെ ന്യായാസനം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 10-ാം വാക്യം. റോമർക്കെഴുതിയ ലേഖനം 16-10. നമുക്കൊന്ന് വായിക്കാം. ഭാഗം വായിക്കുമ്പോഴല്ലേ മനസ്സിലാവുള്ളൂ. ഒന്ന് വായിച്ചു നോക്കിയേ. 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 10-ാം വാക്യം. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടത്. ഈ വാക്യം ഞാൻ എടുത്തു വായിപ്പിക്കാൻ കാരണമുണ്ട്. മധ്യാകാശത്തിൽ 4 കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് ശക്തമായി പഠിപ്പിക്കുന്ന ക്രൈസ്തവ ലോകമുണ്ട്. എന്തിനേറെ പെന്തക്കോസ്റ്റുകാരുമുണ്ട്. എന്നാൽ ഈ 2 വാക്യം വായിച്ചാൽ മധ്യാകാശത്തിൽ ക്രിസ്തുവിന്റെ ന്യായാസനം വെക്കുന്ന വിഷയമേ ബൈബിളിലില്ല. അതിന്റെ കാരണം റോമാലേഖനം 14-10 കൂടെ ചേർത്ത് വായിച്ചാട്ടെ. ഇത് 2 ഒരുമിച്ച് നമുക്കൊന്ന് പഠിക്കാൻ പോകുകയാണ്. വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം 14-ാം അധ്യായം 10-ാം വാക്യം. എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നത് എന്ത്? അല്ല, നീ സഹോദരനെ ധിക്കരിക്കുന്നത് എന്ത്? നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. ഇവിടെ കൃത്യമായി നമുക്ക് 14-10 5-10 വായിച്ചാൽ ഒന്ന് ക്രിസ്തുവിന്റെ ന്യായാസനം എന്ന പേരിലും അതേ ന്യായാസനം ദൈവത്തിന്റെ ന്യായാസനം എന്ന പേരിലുമാണ്. പ്രപഞ്ചത്തിൽ ഒരിടത്തും ഈ ന്യായാസനം വെക്കുന്ന ചരിത്രമില്ല. ആമേൻ. വേദപുസ്തകം കൃത്യമായി പഠിച്ചാൽ ആയാറിലോ മധ്യാകാശത്തിലോ ആകാശത്തിലോ ദൈവത്തിന്റെ ന്യായാസനം വെക്കുന്നില്ല, ക്രിസ്തുവിന്റെ ന്യായാസനം വെക്കുന്നില്ല.
അത് സ്വർഗത്തിലാണെന്ന് അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ വാക്യത്തിലെ ഭാഗം നമുക്കൊന്ന് കാണാം. വായിച്ചാട്ടെ എല്ലാവരും. 5:10 നിർത്തി വായിച്ച മോളെ, എല്ലാവരും ശ്രദ്ധിച്ചാട്ടെ. 2 കൊരിന്ത്യർ 5:10 അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും അവിടെ നാമാണ് ചെല്ലുന്നത്. Praise the Lord. അപ്പൊ ഈ ക്രിസ്തുവിന്റെ ന്യായാസനം, ദൈവത്തിന്റെ ന്യായാസനം നാം ചെന്ന് നിൽക്കേണ്ടതാണ്. നമ്മെ ന്യായം വിധിക്കാൻ പോകുകയാണ്. ഒരു വാക്ക് എടുത്തു പറയട്ടെ, നമ്മെ ശിക്ഷ വിധിക്കുകയല്ല, നമ്മെ ന്യായം വിധിക്കാൻ പോകുകയാണ്. എല്ലാവരും ചെയ്തതിന് തക്കവണ്ണം ചോദ്യം ചെയ്യുന്ന സ്ഥലമാണ് ദൈവത്തിന്റെയും ക്രിസ്തുവിന്റെയും ന്യായാസനം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ വാക്കുകൾ, നമ്മുടെ രഹസ്യങ്ങൾ, നമ്മുടെ ഇടപാടുകൾ, നമ്മൾ കർത്താവിന്റെ നാമത്തിൽ ചെയ്തത്, കർത്താവിന് വേണ്ടി നിന്നത് തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ ചോദ്യം ചെയ്യാൻ പോവുകയാണ്. ഇത് റെക്കോർഡുണ്ടോ എന്ന് ചോദിച്ചാൽ കൃത്യമായ റെക്കോർഡുണ്ട്. 5-ാം അധ്യായം 10-ാം വാക്യമല്ലേ ഇപ്പൊ വായിച്ചത്. 14:10 കൂടെ വായിച്ചു നോക്കി. റോമർക്കെഴുതിയ ലേഖനം 14-ാം എന്നാൽ നീ സഹോദരനെ തിരിക്കുന്നത് എന്ത്? അല്ല, നീ സഹോദരനെ ധിക്കരിക്കുന്നത് എന്ത്? നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. എല്ലാ ദൈവമക്കളും ദൈവാസന്മാരും അറിയണം, സഹോദരന്മാരെ ധിക്കരിക്കാനും ശകാരിക്കാനും കളിയാക്കാനും ചെറുതാക്കാനും ഒന്നും പോകരുത്. നമ്മളെല്ലാവരും അറിയണം, നമ്മുടെ വാക്കുകൾ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ശ്രദ്ധിച്ച് പഠിച്ചാൽ അറിയാം. മത്തായി സുവിശേഷത്തിൽ വ്യക്തമായി പറയുന്നു, നമുക്ക് 1-ലധികം ദൂതന്മാരുണ്ട്. അവരുടെ ഡയറിയിൽ എഴുതിയെന്ന് നമുക്ക് പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്നു. അവർക്ക് ഡയറി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എഴുതി വയ്ക്കുന്നു. എന്തിനേറെ, ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന സൂമ്, ഈ പരിപാടി നമ്മൾ ഉണ്ടാക്കിയതല്ലേ. നമ്മളിവിടെ കൈ കാണിച്ചാൽ, നമ്മൾ പറഞ്ഞാൽ ഇതൊക്കെ റെക്കോർഡ് ചെയ്യല്ലേ. അപ്പൊ നമ്മൾ ഭൂമിയിൽ നിന്നെടുത്ത വസ്തുക്കളെ കൊണ്ട് നമ്മുടെ വാക്കുകൾ, നമ്മുടെ ചിത്രങ്ങൾ, നമ്മുടെ ചലനങ്ങൾ, നമ്മുടെ നോട്ടങ്ങൾ എല്ലാം റെക്കോർഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ ഇതെല്ലാം സൃഷ്ടിച്ച ദൈവത്തിനാണോ നമ്മുടെ വാക്കുകളും നോട്ടങ്ങളും ചലനങ്ങളും ചര്യകളും നമ്മുടെ ജീവിത രീതികളും നമ്മുടെ മാനസിക മണ്ഡലങ്ങളും റെക്കോർഡ് ചെയ്യാൻ കഴിയാത്തത്? പ്രൈസ് ദി ലോർഡ്. ഈ വലിയൊരു അറിവിലേക്ക് നമ്മൾ വന്നു ചേരേണ്ടതാണ്. ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാക്കുക, ആദാം മുതൽ ഭൂമി കത്തിയെരിയുന്നത് വരെയുള്ള 5 യുഗങ്ങളിലെ സകല ദൈവമക്കളും നിൽക്കുമ്പോഴാണ് നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും സ്ക്രീനിൽ ദൈവം കാണിക്കാൻ പോകുന്നത്. ഒപ്പം വായിച്ചു കേൾപ്പിക്കാൻ പോകുകയാണ്. ദൂതന്മാരെ കൊണ്ട് അത് വായിച്ചു കേൾപ്പിക്കും. അത് പരസ്യമായി ചെയ്യാൻ പോകുകയാണ്. ജനകോടികളുടെ മധ്യത്തിൽ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ദൂതന്മാരുടെ മധ്യത്തിൽ, സൈന്യങ്ങളുടെ മധ്യത്തിൽ വെച്ചുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ വിസ്തരിക്കാൻ പോകുകയാണ്. അതെവിടെ വെച്ച്? ദൈവത്തിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ, ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ. നമുക്ക് ഇപ്പോഴേ അതിന് പരിഹാരം വരുത്തുവാൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? സംസാരിച്ചു വെച്ച, ചെയ്തു വെച്ച എത്രയെല്ലാം കാര്യങ്ങളാണ് ചിന്തിക്കാനുള്ളത്. ഞാൻ അവിടെ നിൽക്കുന്നില്ല. അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇത് നമുക്ക് വേണ്ടിയുള്ളതാണ്, പുതിയ നിയമസഭയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഒന്നുകൂടെ എടുത്തു പറയട്ടെ, ജാതികളിൽ നിന്നും യഹൂദരിൽ നിന്നും വിളിച്ചു വേർതിരിക്കപ്പെട്ട പുതിയ നിയമസഭയ്ക്ക് വേണ്ടിയാണ് ഈ ന്യായാസനം എന്ന കാര്യം അറിഞ്ഞിരിക്കണം. ഇതൊന്ന് വായിച്ചു നോക്കിയേ. 2-ാമത്തേത് വായിക്കാം. യിരെമ്യാവ് 3-ാം അധ്യായം 17-ാം വാക്യം. വാക്യം വായിക്കണം. യിരെമ്യാവിന്റെ പുസ്തകം 3-ാം അധ്യായം 17-ാം വാക്യം. ആ കാലത്ത് യെരൂശലേമിന് യഹോവയുടെ സിംഹാസനം എന്ന് പേരാകും. യെരൂശലേമിന് യഹോവയുടെ സിംഹാസനം എന്ന പേരാകുമെന്ന. അത് ഏത് കാലമാണെന്ന് കൃത്യമായിട്ട് അറിയാം. യെശയ്യാവ് 24:23 വായിച്ചാൽ ഇത്രയും വാക്യങ്ങളൊന്നും പോരാ, ഒരു 20 വാക്യങ്ങളെങ്കിലും വായിച്ചു പഠിക്കേണ്ടതാണ് ഈ ഭാഗം. വായിച്ചാട്ട് 24:23. യെശയ്യാവിന്റെ പുസ്തകം 24-ാം അധ്യായം 23-ാം വാക്യം. സൈന്യങ്ങളുടെ യഹോവ സിയോൻ പർവ്വതത്തിലും യെരൂശലേമിലും വാഴുകയാലും അവന്റെ മൂപ്പന്മാരുടെ മുമ്പിൽ തേജസ് ഉണ്ടാകയാലും ചന്ദ്രൻ നാണിക്കുകയും സൂര്യൻ ലജ്ജിക്കുകയും ചെയ്യും. ഈ ഭൂമി മുഴുവൻ വാഴാനായി നമ്മുടെ കർത്താവ് കണ്ടിരിക്കുന്ന ക്യാപിറ്റൽ യെരൂശലേമാണ്, സയോനാണ്. അപ്പൊ സിയോനാണ് നമ്മുടെ കർത്താവിന്റെ ഭൗമ കേന്ദ്ര സ്ഥലം, ഭൂമിയിലെ കേന്ദ്ര സ്ഥലം.
അവിടെയാണ് ഈ സിംഹാസനം ഇരിക്കുന്നത്. ഇവിടെ തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുണ്ട്. പാസ്റ്റർമാർക്ക് വരെ തെറ്റിദ്ധാരണ ഉണ്ടാകാം. എടുക്കാം യോവേൽ പ്രവചനം 3-ാം അധ്യായം എടുത്താട്ടെ എല്ലാവരും. വളരെയേറെ തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുണ്ട്. വായിച്ചാട്ടെ. യോവേൽ 3:1-2 അതിന്റെ 9 മുതലുള്ള വാക്യങ്ങളും ഇവിടെ അറിഞ്ഞിരിക്കേണ്ടതാണ്. യോവേൽ 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ഞാൻ യെഹൂദായുടെയും യെരൂശലേമിന്റെയും സ്ഥിതി മാറ്റുവാനുള്ള നാളുകളിലും കാലത്തിലും ഞാൻ സകല ജാതികളെയും കൂട്ടി യഹോശാഫാത്ത് താഴ്വരയിൽ ചെല്ലുമാറാക്കുകയും എന്റെ ജനം ഒത്തിരി പേർക്ക് വലിയ ഡൗട്ടാണ് യെരൂശലേം സിംഹാസനം എന്ന് പേരാകുമെന്നും യഹോശാഫാത്ത് താഴ്വരയിൽ വിധിയുണ്ടെന്ന് വായിച്ചിരിക്കുന്നു. 9-ാം വാക്യം വായിച്ചു നോക്കിയേ. 9-ാം വാക്യം. ഇത് ജാതികളുടെ ഇടയിൽ വിളിച്ചു പറയും, വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളി, വീരന്മാരെ ഉദ്യോഗിപ്പിപ്പി, സകല യോദ്ധാക്കളും അടുത്തു വന്ന് പുറപ്പെടട്ടെ. നിങ്ങളുടെ കൊഴുക്കളെ വാളുകളായും വാക്കുകളെ കുന്തങ്ങളായും അടുപ്പി. ദുർബലൻ തന്നെത്താൻ വീരനായി മരിക്കട്ടെ. ചുറ്റുമുള്ള സകല ജാതികളുമായുള്ളവരെ ബന്ധപ്പെട്ട് വന്നുകൂടുവി. യഹോവേ, അവിടേക്ക് നിന്റെ വീരന്മാരെ ഇറങ്ങുമാറാക്കണമേ. അടുത്തത് ജാതികൾ ഉണർന്ന് യഹോശാഫാത്ത് താഴ്വരയിലേക്ക് പുറപ്പെടട്ടെ. യഹോശാഫാത്ത് താഴ്വരയിലേക്ക് പുറപ്പെടട്ടെ. അടുത്തത് അവിടെ ഞാൻ ചുറ്റുമുള്ള സകല ജാതികളെയും ന്യായം വിധിക്കേണ്ടതിന് ഇരിക്കും. അപ്പോൾ യെരൂശലേമിൽ ഒരു ന്യായവിധിയും യഹോശാഫാത്ത് താഴ്വരയിൽ ഒരു ന്യായവിധിയുണ്ടോ? തെറ്റിദ്ധരിക്കരുത് ആരും. അങ്ങനെയല്ല. പ്രൈസ് ഗോഡ്. സയോൻ എന്ന് പറയുന്ന കുന്നിന്റെ താഴ്വരയാണ് യെരൂശലേം. അത് നീണ്ടു കിടക്കുന്ന സ്ഥലമാണ് യഹോശാഫാത്ത് താഴ്വര. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ അറിഞ്ഞിരിക്കണം, കുറഞ്ഞ കിലോമീറ്ററുകളേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ അവിടെ വലിയ സിംഹാസനം വെക്കുന്നേ. അതിന്റെ കാരണം എന്താ? അന്ന് നമ്മുടെ കർത്താവ് ഇവിടെ രാജ്യത്തിന്റെ രാജാവായി വാഴുമ്പോൾ ബൗണ്ടറി കൃത്യമായി പഠിച്ചിരിക്കണം. അബ്രഹാമിനും അവന്റെ സന്തതികൾക്കും ദൈവം കൊടുത്ത രാജ്യം ഏത് എന്ന ചോദ്യത്തിന് ഒത്തിരി പേര് പറയുന്നത് കനാൻ നാടാന്നാ. തെറ്റായി ധരിക്കല്ലേ. അത് താമസത്തിന് കൊടുത്ത വാഗ്ദത്ത സ്ഥലം കനാൻ നാട്. യോശുവ പുസ്തകം 1-ാം അധ്യായം. എന്നാൽ യഹോവ അബ്രഹാമിനും കുടുംബത്തിനും കൊടുത്ത വാഗ്ദത്ത രാജ്യം എന്ന് പറയുന്നത് ഇന്നുള്ള 8 രാജ്യങ്ങൾ ചേർന്ന വിസ്തീർണമാണ്. സ്തോത്രം. ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലായിരിക്കും. അത് പഠിച്ചെങ്കിൽ ഈ സിംഹാസനത്തെ കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. എടുത്താട്ടെ. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിന്റെ 18 മുതൽ വായിക്കണം. ഞാൻ ഈ പറഞ്ഞ കാര്യം ശരിയാണോ എന്ന് അറിയാൻ. ഉൽപ്പത്തി 15-18 മുതൽ വായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ. അന്ന് യഹോവ അബ്രാമിനോട് ഒരു നിയമം ചെയ്തു. നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള മിസ്രയീം നദി, നൈൽ നദി മുതൽ യൂഫ്രട്ടീസ് വരെയാണ് ദൈവം കൊടുത്തിരിക്കുന്ന വാഗ്ദത്ത നാട്, വാഗ്ദത്ത രാജ്യം. മിസ്രയീം നദി, നൈൽ നദി മുതൽ യൂഫ്രട്ടീസ് നദി വരെയാണ്. നേരെ തിരിച്ചു പഠിച്ചാൽ അക്വാബ ഉൾക്കടൽ മുതൽ ലെബനോന്റെ വടക്കേ അറ്റം വരെയാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. 5 വാക്യങ്ങൾ പഠിച്ചാൽ 8 രാജ്യങ്ങളാണ് അന്നത്തെ ക്രിസ്തുവിന്റെ രാജ്യസമയത്തുള്ള രാജ്യവിസ്തീർണം. വാഴ്ച സമയത്ത് അവിടെയാണ് സിംഹാസനം പഠിക്കേണ്ടത്. ആ സിംഹാസനം എങ്ങനെയിരിക്കുന്നു? ജെറുസലേം, സയോൻ, യഹോശാഫാത്ത് താഴ്വര, ഇതെല്ലാം ഉൾക്കൊണ്ടതാണ് ഈ സിംഹാസനം എന്നറിഞ്ഞിരിക്കണം. ആമേൻ. നമ്മുടെ കർത്താവ് ന്യായം വിധിക്കാനിരിക്കുന്ന അത് ജാതികൾക്കുള്ള ന്യായവിധിയുടെ സിംഹാസനമാണ്. ആ കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് കൃത്യമായി പറയാം. യെരൂശലേം യഹോവയുടെ സിംഹാസനം എന്ന് പേരാകും. അടുത്തത് ഇതും കൂടെ ഒന്ന് വായിച്ചാൽ നിങ്ങളുടെ ഡൗട്ട് മൊത്തം തീരും. 19-ാം അധ്യായം 28-ാം വാക്യം. യേശു അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന് സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നും ന്യായം വിധിക്കുമെന്ന് ഞാൻ സത്യമായിട്ട്. തേജസ്സിന്റെ സിംഹാസനത്തിൽ 1-ാമത്തെ വിധി യഹൂദനാണ്. തേജസ്സിന്റെ സിംഹാസനത്തിൽ 1-ാമത് വിധിക്കുന്ന യഹൂദനാണ്. പക്ഷെ 25-ാം വാക്യം 25-ന്റെ 31 വായിക്കുമ്പോൾ അങ്ങനെയല്ല.
ആ തേജസ്സിന്റെ സിംഹാസനത്തിൽ തന്നെ ഇരിക്കുന്നത് ആരെയും ന്യായം വിധിക്കുന്നത്. വായിച്ചാട്ടെ. സുവിശേഷം 25-ാം അധ്യായം 31-ാം വാക്യം. മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. സകല ജാതികളെ അവന്റെ മുമ്പിൽ കൂട്ടും. 19-ാം അധ്യായത്തിൽ യഹൂദനെ കൂട്ടുന്നു, 25-ാം അധ്യായത്തിൽ ജാതികളെ കൂട്ടുന്നു. യോവേലെ പുസ്തകത്തിൽ ജാതികളെ അത് ന്യായം വിധിക്കുന്നു. അപ്പോൾ ഇവിടെ കാണുന്ന യെരുശലേം എന്ന സിംഹാസനം, യഹോശാഫാത്ത് ഉൾക്കൊള്ളുന്ന സിംഹാസനം, ആ താഴ്വരയും കൂടി ചേർന്ന വലിയ സിംഹാസനത്തിൽ രണ്ട് ഗ്രൂപ്പിനെയാണ് ന്യായം വിധിക്കുന്നത്. ഒന്ന് യഹൂദനെ, രണ്ട് ജാതികളെ. അത്രയും പറഞ്ഞിട്ട് അവിടെ നിർത്തട്ടെ. ഓരോ പാവവും നിങ്ങൾ കൃത്യമായി പഠിക്കണമെന്ന് ഓർപ്പിക്കുന്നു. അവിടെ ന്യായം വിധിക്കാൻ ഇരിക്കുന്ന സമയത്ത് ആരൊക്കെ ഉണ്ടായിരിക്കുമെന്നും ഞാൻ താഴെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. വായിച്ചാട്ടെ അടുത്തത്. ഇത് നമ്മൾ പഠിച്ചതാണ് എങ്കിലും ഓർത്തു പോകാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11-ാം വാക്യം. വെള്ളസിംഹാസനം. ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും മൂടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. ഭൂമിയും സ്വർഗങ്ങളും പോയ ശേഷമുള്ള സിംഹാസനമാണിത്. പ്രപഞ്ചം കത്തിത്തീർന്ന ശേഷമുള്ള സിംഹാസനം. ഇത് ആർക്ക് വേണ്ടി അതുണ്ട്? അവിടെ മരിച്ചവരാപാലവൃദ്ധം അവിടെ വരാൻ പോകുക. സകല പാപികൾക്കും വേണ്ടിയുള്ള സിംഹാസനമാണിത്. ഈ പറഞ്ഞ സിംഹാസനങ്ങളിൽ ഒന്നിലും നമ്മൾ ഉൾപ്പെടാൻ പാടില്ല. നമ്മളെ ന്യായം വിധിക്കാൻ ആഗ്രഹിക്കുന്നത് സ്വർഗത്തിലുള്ള ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും ന്യായാസനം എന്ന് പറയുന്ന സ്ഥലത്താണ്. അതേസമയം യെരുശലേമിലെ സിംഹാസനത്തിൽ വിധിക്കുന്നത് യഹൂദിനെയും ജാതികളെയുമാണ്. അത് യഹോശാഫാത്ത് ഉൾക്കൊണ്ടതാണ്. വെള്ള സിംഹാസനത്തിൽ വിധിക്കുന്നത് സകല പാപികളെയുമാണ്. ഈ കാര്യം അറിഞ്ഞിരിക്കണം. വ്യത്യാസം എന്താണ്? വെള്ള സിംഹാസനത്തിൽ പാപികൾക്ക് ശിക്ഷാവിധിയാണ്. എന്നാൽ യഹൂദനും ജാതികൾക്കും ഉള്ളത് ശിക്ഷാവിധിയാണോ അല്ലയോ എന്ന് ഞാൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഒരു ഗ്രൂപ്പിനെ ശിക്ഷ വിധിക്കുന്നു നിത്യനരകത്തിലേക്ക് പോകാൻ, മറ്റൊരു ഗ്രൂപ്പിനെ ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് ചേർക്കുന്നതാണ്. ഇതാണ് ഈ സിംഹാസനങ്ങളുടെ വ്യത്യാസം എന്നറിഞ്ഞിരിക്കണം. ഇതൊന്ന് വായിച്ചാട്ടെ. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 1-3 വാക്യങ്ങൾ. വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. പുതിയ യെരുശലേമിൽ അവിടെ ഒരു സിംഹാസനമുണ്ട്. ആ സിംഹാസനം എന്തിനു വേണ്ടിയാണെന്ന് പഠിക്കേണ്ടതുണ്ട്. ഞാൻ ഇത്രയും ഭാഗങ്ങൾ ഒരുമിച്ച് പറയും, നിങ്ങൾക്ക് എല്ലാവർക്കും തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ദൈവത്തിന്റെയും ക്രിസ്തുവിന്റെയും ന്യായാസനം പുതിയ നിയമസഭയ്ക്ക് വേണ്ടിയാണ്. പ്രതിഫലം കൊടുക്കാൻ, പ്രതിഫലം നഷ്ടപ്പെടുന്നത് അവിടെയാണ്. കണ്ണൊക്കെ നിറയാത്തക്ക വലിയ ബുദ്ധിമുട്ടുള്ള കർത്താവിന് വേണ്ടി കഠിനാധ്വാനം കഴിച്ച എല്ലാ പ്രിയപ്പെട്ടവരും അറിയുക, നിങ്ങൾക്കുള്ള പ്രതിഫലം അവിടെയാണ്. ഏറിയ ത്യാഗം സഹിച്ച പ്രിയപ്പെട്ടവർക്കുള്ള പ്രതിഫലം അവിടെയാണ്. യെരുശലേം സിംഹാസനമാകുന്നത്, യഹോശാഫാത്ത് സിംഹാസനമാകുന്നത്, തേജസ്സിന്റെ സിംഹാസനം വരുന്നത് ജാതികൾക്കും യഹൂദനും വേണ്ടിയുള്ളതാണ്. വെള്ള സിംഹാസനം വരുന്നത് സകല പാപികൾക്കും വേണ്ടിയാണ്. എന്നാൽ പുതിയ ഭൂമിയിലെ സിംഹാസനം ആർക്ക് വേണ്ടിയാ? സ്തോത്രം, ആമേൻ. നമുക്കത് പഠിക്കേണ്ടതുണ്ട്. ഞാൻ പിന്നാലെ ഒരു വിഷയത്തേക്ക് നൽകാം. മുമ്പോട്ട് പോകാം. ഒന്ന് വായിച്ചേ. ഇതൊന്ന് എല്ലാവരും ശ്രദ്ധിച്ചാട്ടെ. Saints and Chronos, several experiences. വിശുദ്ധന്മാരും സിംഹാസനങ്ങളും നമുക്കുള്ള അനുഭവങ്ങളും നിങ്ങളൊന്ന് എഴുതി വെച്ച് പഠിക്കണം. വിശുദ്ധന്മാരും സിംഹാസനങ്ങളും അനുഭവങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കി പോകാം. ഒന്ന് ദയവായിട്ടൊന്ന് വായിച്ചാട്ടെ എല്ലാവരും. First one, stand before the throne. Romans chapter 14 verses 10. 2 Corinthians chapter 5 verses 10. വിശുദ്ധന്മാർ ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും ന്യായാസനത്തിന് മുൻപാകെ നിൽക്കുന്നു എന്നാ കാണുന്നത്. അപ്പൊ ഇവിടുന്ന് അയേറയിൽ നിന്ന് പിതാവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ, ഇവിടുന്ന് അയേറയിലേക്കും അയേറയിൽ നിന്ന് പിതാവിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ, അവിടെ ചെല്ലുന്ന സമയത്ത് പിതാവിന്റെയും ക്രിസ്തുവിന്റെയും മുമ്പിൽ നാം നിൽക്കുകയാണ് ന്യായാസനത്തിന് മുൻപാകെ. അവിടെ ചെന്ന വശം ഇരിക്കുന്ന ഇടപാടല്ല എന്ന കാര്യം അറിഞ്ഞിരിക്കണം. എന്നാൽ ഇതൊന്ന് വായിച്ചു നോക്കി. ഈ വാക്യങ്ങൾ എല്ലാം വായിക്കണം. Second one, sit on the throne. Revelation chapter 3 verses 21. 1 Corinthians chapter 6 verses 1 and 2.
Matthew chapter 19 verses 28. ആ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 21-ാം വാക്യം. ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടി എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വച്ച് നൽകും. അപ്പൊ ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും ന്യായാസനത്തിലെ വിധി കഴിഞ്ഞാൽ, ആ വിധി കഴിയുമ്പോ ഓർക്കണം, ജയിച്ചവനുണ്ടോ അവനാണ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആദ്യം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്, ദൈവത്തിന്റെ ന്യായാസനം മുൻപാകെ നിൽക്കുകയാണ് നമ്മൾ, ഇരിക്കുകയല്ല. ആ വിധി കഴിഞ്ഞ ശേഷമാണ് ജയിച്ചവർക്ക് ഇരിക്കാൻ കൊടുക്കുന്നത്. അപ്പൊ ക്രിസ്തുവിന്റെ ഒപ്പം ഇരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? നിശ്ചയമായിട്ട് ജയിച്ചിരിക്കണം. ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? എല്ലാ ദിവസവും നമുക്ക് പറയാം, ഇന്ന് ജയിച്ചു, നാളെ ജയിക്കണം, മറ്റന്നാൾ ജയിക്കണം, ജയിച്ച് 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 മുന്നേറണം. ഇല്ലെങ്കിൽ ദോഷം എന്താ? നമുക്കൊന്നെടുക്കാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 11-ാം വാക്യം കറക്റ്റ് ഒന്ന് വായിച്ച മോളെ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് 2-ാം മരണത്താൽ ദോഷം വരും. അപ്പൊ തോൽക്കുന്നവൻ എന്ത് വരും? 2-ാം മരണത്താൽ ദോഷം വരും. ജയിക്കുന്നവൻ എന്ത് കിട്ടും? ക്രിസ്തുവിന്റെ സിംഹാസനത്തിൽ ഒന്നിച്ചിരിക്കാം. എന്താ ഈ 2-ാം മരണം? എടുത്ത വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 13 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. തോൽക്കുന്നവന് 2-ാം മരണത്താൽ ദോഷമുണ്ട്. അതെന്താണ്? വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 13-ാം വാക്യം. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾക്കെടുത്ത വിധി ഉണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക അപ്പൊ 2-ാം മരണത്താൽ ദോഷം വരാൻ പെന്തക്കോസ്തുകാർക്ക് ഉണ്ടോ? ഒത്തിരി പറയുന്നത്, ഒത്തിരി പേര് പറഞ്ഞ് രക്ഷ നഷ്ടപ്പെടില്ലെന്നാ. ആമേ, ഞാനും പറയുന്നു രക്ഷ നഷ്ടപ്പെടില്ല. രക്ഷ എവിടെ നഷ്ടപ്പെടാനാ? രക്ഷ നിത്യമല്ലേ. നിത്യമായ രക്ഷ നഷ്ടപ്പെടില്ല. രക്ഷയിലേക്ക് വന്നവന് രക്ഷ നഷ്ടപ്പെടും. രക്ഷ നഷ്ടപ്പെടില്ല. ദാറ്റ് ഈസ് എവർലാസ്റ്റിംഗ് സാൽവേഷൻ. എന്നാൽ വ്യക്തിക്ക് രക്ഷ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ജയിച്ചിരിക്കണം. ജയിച്ചില്ലെങ്കിൽ അവൻ 2-ാം മരണത്തിലേക്ക് പോകുന്നത്. ബഹുമാന്യനായ ആർ കൃഷ്ണൻകുട്ടി സാറെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞങ്ങൾ ഉറ്റ സ്നേഹിതരാണ്. എന്റെ ദൈവാധിപത്യ മരണത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ആ ഭാഗം വായിച്ചു കാണും. ഞാൻ അദ്ദേഹം ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൺവെൻഷൻ പ്രസംഗിക്കുക. പ്രസംഗം കഴിഞ്ഞ് ഞങ്ങൾ ഒരു റൂമിലെ വിശ്രമിച്ച് ഞാൻ പറഞ്ഞു, സാറേ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. വെളിപ്പാട് 2:15 ജയിക്കുന്നവൻ ദോഷം വരില്ല, ജയിക്കാത്തവന് ദോഷം വരുന്നുണ്ട്. അത് 2-ാം മരണമാണ്. അങ്ങനെയാണെങ്കിൽ രക്ഷ നഷ്ടപ്പെടുമോ സാറേ എന്ന് ചോദിച്ചു. അതിന് കൃഷ്ണൻകുട്ടി സാറ് പറഞ്ഞ നല്ലൊരു വാദമുണ്ട്, നമ്മൾ രണ്ടുപേരും ബ്രദറുകാരല്ലേ എന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? നമ്മൾ രണ്ടുപേരും ബ്രദറുകാരല്ലേ എന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ബ്രദറുകാരനാ, അന്യഭാഷ പറയുന്ന ബ്രദറുകാരനാ എന്ന് പറഞ്ഞു. ഞങ്ങൾ നമ്മൾ ഉറ്റ ചെയ്തിട്ട് മരണവരെ വളരെ സ്നേഹമുള്ളവരായിരുന്നു. ഒരേ ഒരു ചോദ്യം ചോദിക്കുക, നമ്മൾ എവിടേക്ക് പോകേണ്ടവരല്ല, 2-ാം മരണത്തിലേക്ക് പോകേണ്ടവരല്ല. നമ്മുടെ തോൽവിയെ വിജയമാക്കാൻ, മാറ്റി വരാൻ, തിരിച്ചു വരാൻ, റിട്ടേൺ ടു ഗോഡ് എന്ന പ്രിൻസിപ്പിൾ ഹോശിയ പ്രവചനത്തിലെ 14 അത് അറ്റംപ്റ്റ് ഉണ്ട്. അതിൽ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വരാൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? നമ്മുടെ തോൽവികളെ വിജയമാക്കി ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് നമുക്ക് പറയാം, ഞങ്ങൾക്ക് ദൈവത്തിന്റെ പുത്രന്റെയും ദൈവത്തിന്റെയും ന്യായാസനത്തിന്റെ മുൻപാകെ വന്ന് അവിടുന്ന് ജയത്തിന്റെ പ്രതിഫലങ്ങൾ, റിവാർഡിന്റെ അവാർഡ് വാങ്ങിച്ച് ക്രിസ്തുവിന്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് വായിക്കാൻ നമുക്ക് വെളിപ്പാട് 3:21. ആ വാക്യം മുഴുവൻ നിങ്ങൾ ശ്രദ്ധിച്ചു വായിപ്പാൻ ഓർക്കുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 21-ാം വാക്യം. ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എന്റെ പിതാവിനോട് കൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരിക്കും. ഒരു ഹല്ലേലൂയ പറയാൻ സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? യേശുക്രിസ്തു ജയിച്ച് പിതാവിന്റെ ഒപ്പം ഇരിക്കുന്നത് പോലെ ജയിച്ചാൽ ക്രിസ്തുവിന്റെ ഒപ്പം നമുക്ക് ഇരിക്കാം. അങ്ങനെ ഒന്ന് ഇരിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി ഒന്ന് സന്തോഷത്തോടെ പറഞ്ഞു, ദൈവമേ എനിക്ക് അങ്ങയുടെ കൂടെ ഒന്ന് ഇരിക്കണം. പിതാവിന്റെ സിംഹാസനത്തിൽ പുത്രനിരിക്കുന്നു, പുത്രന്റെ സിംഹാസനത്തിൽ നമ്മളും ഇരിക്കണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. ആ വലിയ ആഗ്രഹം നിറവേറാൻ താല്പര്യമുള്ളവർ എത്ര പേരുണ്ട്? നമുക്ക് പറയാം, ഇന്നലെ തോറ്റ് പറഞ്ഞത് പിശാച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, എടാ പത്രോസ് നീ കോഴിയെ കൂകിയില്ലടാ, അല്ല കോഴി കൂകുമ്പോ കർത്താവിനെ തള്ളിയില്ലേ, 3 വട്ടം തള്ളിയില്ലടാ, ഇല്ലേ? നീ യാത്രയിൽ വെച്ച് യേശുവിനെ സംശയിച്ചില്ലേ,
അങ്ങനെ 9 കുറ്റങ്ങൾ അവനെ കുറിച്ച് പറയാനുണ്ട്. എത്ര കുറ്റങ്ങൾ പറഞ്ഞാലും ആ കുറ്റങ്ങൾ മാറ്റിയെടുത്ത് അവൻ ഇതാ സിംഹാസനത്തിൽ ഇരിക്കാൻ രംഗത്ത് വരികയാണ്. തോറ്റത് ജയിക്കാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ജയിച്ച് മുന്നേറി യേശുവിന്റെ കൂടെ നമുക്ക് സിംഹാസനത്തിൽ ഇരിക്കണം. എന്നാൽ ഇത് രണ്ടും അല്ലാത്തൊരു ഗ്രൂപ്പ് ഉണ്ട്, അതൊന്ന് വായിക്കാം നമുക്ക്. ഇത് രണ്ടും അല്ലാത്ത ഗ്രൂപ്പ് ഇംഗ്ലീഷിലും മലയാളത്തിൽ. ഇംഗ്ലീഷിൽ വായിക്കും, മോളെ കൂടെ വായിക്കും. ജീന മലയാളത്തിൽ ആ വാക്യം എല്ലാവരും ഒന്ന് വായിക്കണേ. പ്രൈസ് ഗോഡ്. വായിച്ചാട്ടെ മോളെ. Third one, therefore they are before the throne of God and serve him day and night in his temple. Revelation chapter 7 verses 15. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 15-ാം വാക്യം. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. ആ വാക്യം ഒന്നുകൂടെ എല്ലാവരും വായിച്ച്. ജീന നിർത്തി വായിച്ച്, കറക്റ്റ് വായിച്ചതോ ഒന്ന് ശ്രദ്ധിച്ചു വായിച്ച എല്ലാവരും. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിലിരുന്ന് സിംഹാസനത്തിലല്ല ഇരിക്കുന്നേ, സിംഹാസനത്തിന്റെ മുമ്പിലിരിക്കുകയാണ്. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടോ? സ്തോത്രം. എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ന്യായാസനത്തിൽ, ദൈവത്തിന്റെ ന്യായാസനത്തിൽ, ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ ചെന്ന് റിവാർഡും അവാർഡും ഒക്കെ വാങ്ങിച്ചു വന്ന് ജയിച്ചവൻ ആണെങ്കിൽ ക്രിസ്തുവിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. ഇവിടെ പറയുന്ന പാർട്ടി ആരാ? നമുക്ക് എടുക്കാം 14-ാം വാക്യം ഒന്ന് വായിച്ച്. 7:14. ആരാണ് ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുമ്പിലിരിക്കുന്നവർ? വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യം. യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. ആ വാക്യം എല്ലാവരും ഒന്നോടെ വായിച്ച മോളൊന്നോടെ. യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ. ഇവരാരാ? മുമ്പിലിരിക്കുന്ന പാർട്ടികൾ ആരാ? ഭൂമിയിൽ ആകെ വരുന്ന പരീക്ഷാകാലത്തിൽ അന്നുള്ള കഷ്ടത്തിൽ നിന്ന് വന്നിരിക്കുന്ന പാർട്ടികളാണ് അത് ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിലിരിക്കുന്നത്. സ്തോത്രം. നിങ്ങൾ അറിയണം, 7-ാം അധ്യായം 4 മുതൽ 15 വരെ പഠിച്ചാൽ 7-4 മുതൽ 9 വരെ 12 ഗോത്രങ്ങളിൽ നിന്നുള്ളവരാണ്. അത് കഴിഞ്ഞിട്ട് 9 മുതൽ 15 വരെ ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവരാണ്. ആമേൻ. ഇത് നമ്മൾ ഇവിടുന്ന് പറന്നുപോയ ശേഷം ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളാണിത്. അവരാണ് സ്വർഗത്തിൽ വന്നിരിക്കുന്നത് ദൈവത്തിന്റെ മുമ്പിൽ ഇരിക്കാൻ. ഈ കാര്യം ഒത്തിരി പഠിക്കാനുണ്ട്. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ, നമ്മൾ എത്ര ഭാഗ്യവാന്മാർ, നമ്മൾ എത്ര ഉയർന്നവർ, നമ്മളെ കർത്താവ് സ്നേഹിച്ചതിന്റെ വലുപ്പം എത്രയാ? അത് ഓർക്കുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ തെറ്റുകളെ, നമ്മുടെ കുറ്റങ്ങളെ, നമ്മുടെ പാപങ്ങളെ ആവർത്തിക്കാതെ അതെല്ലാം വലിച്ചെറിഞ്ഞ് അതിനെല്ലാം പിച്ച് ചീന്തി ഉറക്കെ പറയാം, എനിക്ക് എന്റെ ദൈവത്തിന്റെ പുത്രനോടുകൂടെ, എന്റെ രക്ഷകനോടുകൂടെ, എന്റെ രാജാവിനോടുകൂടെ എനിക്ക് ഇരിക്കണം, അവന്റെ സിംഹാസനത്തിൽ ഇരിക്കണം. അതാണ് എനിക്ക് വേണ്ടത്. ആ വലിയ ചിന്ത ഭരിക്കുന്നവർ എത്ര പേരുണ്ട്? ഞാനിവിടെ നിന്നാൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. ഞാൻ അവിടെ നിർത്തട്ടെ. അടുത്തൊരു ഭാഗത്തേക്ക് നമ്മൾ കടക്കും മുമ്പ് ഒരു ഭാഗം ഒന്ന് പറയാം. ഞാൻ ക്രിസ്തുവിന്റെ സിംഹാസനത്തിന്റെ, ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ ചുറ്റും ശുശ്രൂഷ ചെയ്യുന്നവർ എത്ര പേരുണ്ട്? ദാനിയേൽ 7:10 വായിച്ച മക്കളെ. എത്ര കോടി സൈന്യമുണ്ട് അവിടെ കാണാം. സിംഹാസനത്തിന് ചുറ്റും ഇരിക്കുന്നവരെ കുറിച്ച് ഒരു ചെറിയ അറിവ്, വലിയൊരു അറിവിലേക്ക് നമുക്ക് പിന്നാലെ വരാം. ദാനിയേൽ 7-ാം അധ്യായം 10-ാം വാക്യം. ഒരു അഗ്നിനദി അവന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടൊഴുകി 1000 പേർ അവന് ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവന്റെ മുമ്പാകെ നിന്നു. ന്യായവിസ്താര സഭ ഇരുന്നു, പുസ്തകങ്ങൾ തുറന്നു. ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ ചുറ്റും എത്രയുണ്ട്? കൃത്യമായി കണക്കെടുത്താൽ 10 കോടി സൈനികനാണ്. മൈ ലോർഡ്, 10 കോടി 100 ബില്യൺ ആർമീസ് ആൻഡ് ക്യാമ്പ്ഡ് റൗണ്ട് അബൌട്ട് ത്രോൺ. എല്ലാവരും മനസ്സിലാക്കുക, ആ സിംഹാസനത്തിന്റെ മുമ്പിലാണ് ഇവരിയ്ക്കുന്നത്. പ്രൈസ് ഗോഡ്. ക്രിസ്തുവിന്റെ സിംഹാസനത്തിലാണ് നമ്മൾ ഇരിക്കേണ്ടത്. എത്ര പേർക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലായി? ചിന്തിക്കാൻ പോലും പറ്റാത്ത വലിയ സിംഹാസന. നമുക്ക് അതിന്റെ വലിപ്പം അല്പം കൂടെ മുമ്പോട്ട് പോയി ചിന്തിക്കാം. ഒരു ഭാഗം ഞാൻ ഇവിടെ ഓർപ്പിക്കട്ടെ. അങ്ങനെയെങ്കിൽ
ഇത്ര വലിയ സൈനികൻ ചുറ്റും നിൽക്കുന്ന സിംഹാസനത്തിൽ ഒരു സ്ഥലത്ത് നമ്മൾ ഇരിക്കുന്നു, മറുഭാഗത്ത് മുമ്പിലിരിക്കുന്നു, വേറൊരു കൂട്ടർ ശുശ്രൂഷിക്കുന്നു. എന്തൊരു വലിയ ആനന്ദമുള്ള സിംഹാസനമാണത്. വായിക്കാം നമുക്ക് അടുത്തത്. ഇതൊന്ന് വായിച്ചേ. Thrones and courts of scripture. ഇവിടെ തിരുവെടുത്ത് പറയുന്ന സിംഹാസനത്തിലെ ഇരിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണ് എന്ന് ഓടിച്ച് ചില നോട്ട് ഞാനിപ്പോ പറയാം. നിങ്ങൾ എല്ലാവരും എഴുതിയെടുത്തോളൂ. ആ നോട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. വേഗത്തിൽ ഞാനൊരു വാക്ക് പറയാം. പ്രൈസ് ഗോഡ്. നമുക്ക് ദൈവത്തിന്റെ കോടതികളിൽ വന്നിരിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ടതാണ് ഇതിന്റെ ലക്ഷ്യം എന്താണ് എന്ന്. ഞാൻ പറഞ്ഞല്ലോ, 100 ബില്യൺ ആർമീസ് ആണ് ഇതിന് ചുറ്റും നിൽക്കുന്നത്. അവര് പ്രൈസ് ഗോഡ് നിൽക്കവേ ഇതിന്റെ ലക്ഷ്യം എന്താണ് എടുക്കാം. വെളിപ്പാട് 7:10 സിംഹാസനത്തിന്റെ ലക്ഷ്യം നിങ്ങൾ എല്ലാവരും പഠിക്കണം. സിംഹാസനത്തിന്റെ ലക്ഷ്യം വലിപ്പമുള്ളൊരു പാഠഭാഗമാണിത്. വായിച്ചാട്ട്. വെളിപ്പാട് പുസ്തകം 7:10 രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനമെന്ന് അവർ അത്യക്ഷത്തിൽ സിംഹാസനത്തിന്റെ മുമ്പിൽ രക്ഷ എന്ന ദാനത്തെ ഉയർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. രക്ഷ നമുക്ക് ദാനം ലഭിച്ചതാണെന്ന് പറഞ്ഞ് ഉയർത്തുന്നു. അപ്പൊ ന്യായവിധി മാത്രമല്ല, അവിടെ രക്ഷ ദാനമായി ലഭിച്ചതിന്റെ ആനന്ദത്തിലാണ്, കുതൂഹലത്തിലാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. അടുത്തത് സങ്കീർത്തനം 9:7 വായിച്ചു നോക്കിയേ. സങ്കീർത്തനം 9:7 വായിച്ചു നോക്കിയേ. സങ്കീർത്തനം 9:7 എന്നാൽ യഹോവ എന്നേക്കും വാഴുന്നു, ന്യായവിധിക്ക് അവൻ സിംഹാസനം ഒരുക്കിയിരിക്കുന്നു. സിംഹാസനം എന്തിനു വേണ്ടി? ന്യായം വിധിക്കാനുള്ളതാണ്. ഒന്ന്, രക്ഷ എന്ന ദാനം എന്ന് പറഞ്ഞ് സന്തോഷിക്കാനുള്ളതാണ്. 2, രക്ഷ എന്ന ദാനം പറയുന്നതിന്റെ അപ്പുറത്ത് ഇത് ന്യായം വിധിക്കാനുള്ളതും കൂടിയാണ്. ആ ന്യായവിധി എങ്ങനെയാണ്? 9-ാം അധ്യായം 4-ാം വാക്യം വായിച്ചാൽ നീതിയോടെ വിധിക്കുന്നത് കാണാം. നീതിയോടെ വിധിക്കുന്നത്. 67:4 വായിച്ചാൽ നേരോടെ വിധിക്കും. നേരോടെ. പ്രൈസ് ഗോഡ്. 89:14 വായിച്ചാൽ നീതിയും ന്യായവുമാണ് സിംഹാസനത്തിന്റെ അടിസ്ഥാനം. അങ്ങനെ വലിയ ലക്ഷ്യങ്ങൾ പഠിക്കാനുണ്ട്. നിങ്ങൾ എഴുതി വെച്ചോളൂ. 89:14 ആ വാക്യം ഒന്ന് വായിക്കാം നമുക്ക്. 89:14 സങ്കീർത്തനം 89:14 നീതിയും ന്യായവും നിന്റെ സിംഹാസനത്തിന് അടിസ്ഥാനമാകുന്നു, ദയയും വിശ്വസ്തതയും നിനക്ക് മുമ്പായി നടക്കും. ഒരു നല്ല ഹല്ലേലൂയ പറയാൻ എത്ര പേർക്ക് പറ്റും? ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനമാണ് നീതി ന്യായവും. നീതി ലഭിക്കാത്ത പാവപ്പെട്ടവരുണ്ട്. അവരെ കുറിച്ച് ഒരു വാക്ക് പറയാതിരിക്കാൻ വൃത്തിയില്ല. യെശയ്യാവ് 29:21 വാക്യം ഇവിടെ വായിക്കണം. ഗൗരവമായി പഠിക്കേണ്ട കുറച്ച് ഭാഗങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ടുണ്ട്. യെശയ്യാ ചാപ്റ്റർ 29:21 വായിച്ചാട്ടെ. യെശയ്യാവിന്റെ പുസ്തകം 29:21 മനുഷ്യരെ വ്യവഹാരത്തിൽ കുറ്റക്കാരാക്കുകയും പട്ടണവാതിൽക്ക് ന്യായം വിസ്തരിക്കുന്നവന് എണിവെക്കുകയും നീതിമാനെ നിസ്സാര കാര്യം കൊണ്ട് ബഹിഷ്കരിക്കുകയും ചെയ്യുന്നവരായി നീതികേടിന് ജാഗ്രതയുള്ള ഏവരും സ്വീകരിക്കപ്പെട്ടുമിരിക്കുന്നു. ഈ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു പഠിച്ചു നോക്കിയേ. എത്ര വലിയ മനഃശാസ്ത്ര വാക്യാണ് അത്. ഒന്ന് വായിക്കാൻ പോലെ ഒന്നുകൂടെ എല്ലാവരും ഒന്ന് വായിക്കണേ പ്ലീസ്. മനുഷ്യരെ വ്യവഹാരത്തിൽ കുറ്റക്കാരാക്കുക. അപ്പൊ വ്യവഹാരത്തിൽ കുറ്റപ്പെടുത്തുക. ഞാൻ ഒരു ഉദാഹരണം മാത്രം പറയാം. നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കില്ല. നിങ്ങൾ ആരും അങ്ങനെയുള്ളവരാണെന്ന് ധരിക്കുകയല്ല. ഒരു ഉദാഹരണം പറയുമ്പോൾ ആരുടെങ്കിലും പേര് പറഞ്ഞാൽ ആ കുടുംബത്തിൽ അതുണ്ട് എന്നൊന്നും പറഞ്ഞ് തമ്മിൽ ഫോൺ ചെയ്ത് മെസ്സേജ് അയക്കരുത് എന്ന് വിനീതമായിട്ട് ഓർപ്പിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ആമേൻ. ഇങ്ങോട്ട് നോക്കിയേ. നമ്മുടെ എബ്രഹാം ഇരിക്കുന്നു. എബ്രഹാം ഒരു കിറ്റ് സാധനം കൊണ്ട് ദൈവദാസിയുടെ കയ്യിൽ കൊണ്ടുകൊടുത്തു. ഷാർജയിൽ വെച്ച് കൊണ്ടുകൊടുത്തു കഴിഞ്ഞപ്പോൾ ദൈവദാസിക്ക് അതിന്റെ ഒരു കാര്യം ഇഷ്ടപ്പെട്ടില്ല. ഇതാണോ അച്ചായന് കിട്ടിയത്? സിമ്പിളായി ഞാൻ പറഞ്ഞുതരാം. ഏതായാലും എബ്രഹാം ആ വലിയ പ്രഖ്യാപനം മനസ്സിൽ വെച്ചു. ഇതാണോ അച്ചായന് കിട്ടിയത് എന്ന ചോദ്യത്തിൽ വാങ്ങിച്ചു കൊണ്ടുവന്ന സാധനത്തിന്റെ കംപ്ലീറ്റ് മതിപ്പ്, അതിന്റെ കുതിപ്പും ഇല്ലാതാക്കി. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എബ്രഹാം ചോദിച്ചു, എന്നാ ഇതിനകത്ത് ഉപ്പും ചാക്ക്, ഷാർജയിലത്തെ ഉപ്പും ചാക്കൊക്കെ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണോ? നിങ്ങൾക്ക് കാര്യം മനസ്സിലായി വിചാരിക്കുന്നു. വ്യവഹാരത്തിൽ തമ്മിൽ കുറ്റപ്പെടുത്തുന്നതിൽ എവറസ്റ്റ് തുല്യം വീര്യന്മാരാകുന്ന വലിയ ടോപ്പ് ആളുകളുണ്ട്.
നമ്മളൊന്നും അങ്ങനെ അല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ മുഖം കാണുമ്പോൾ തന്നെ അറിയാലോ നിങ്ങൾ ആ ഗ്രൂപ്പിലല്ല എന്ന്. പ്രൈസ് ദി ലോർഡ്. വ്യവഹാരത്തിൽ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഓർക്കണം, ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സിംഹാസനമുണ്ട് എന്നറിഞ്ഞിരിക്കണം. പോരാ, അടുത്തത് വ്യവഹാരത്തിൽ കുറ്റപ്പെടുത്തുകയും പട്ടണവാതിൽക്കൽ ന്യായം വിസ്തരിക്കുന്നവന് കെണിവെക്കുക. സഭകളിലെ ന്യായവിസ്താരത്തിൽ ഒരു വിധി വന്നാൽ വിധിച്ചവനെ കെണിവെച്ച് കുടുക്കാൻ നോക്കുന്ന പാർട്ടികളുണ്ട്. വലിയ തോതിൽ അത് നടക്കുന്നുണ്ട് ലോകത്തിൽ. ഓർത്തോളം, അവരൊന്നും തമ്പുരാൻ വെറുതെ വിടില്ല. നിങ്ങൾ എവിടേക്കുള്ളവരാണെന്ന് എഴുതിയിട്ടുണ്ട്. രണ്ടാം മരണത്തിലേക്കുള്ളവരാണ്. ആരും അങ്ങോട്ട് പോകരുതേ എന്ന് ഞാൻ വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. അടുത്തത് ഒരു പോയിന്റ് കൂടെ പറയാനുണ്ട് ഗൗരവമായി. നീതിമാനെ നിസ്സാര കാര്യം കൊണ്ട് ബഹിഷ്കരിക്കുകയും ചെറിയ കാര്യം കൊണ്ട് നീതിമാനെ പുറത്താക്കാനുള്ള വ്യഗ്രത സഭകളിലുണ്ടെങ്കിൽ ഓർത്തോളം, എന്റെ തമ്പുരാൻ ഈ നീതികേടിനെ ന്യായം വിധിക്കാതിരിക്കില്ല. അപ്പോൾ തന്നെ അടുത്ത ഭാഗം ഒന്ന് വായിച്ചു നോക്കി. നീതിമാനെ നിസ്സാര കാര്യം കൊണ്ട് ബഹിഷ്കരിക്കുകയും ചെയ്യുന്നവനായി നീതികേടിന് ജാഗ്രതയുള്ള ഏവരും. ഓ, നീതികേടിന് ജാഗ്രതയുള്ളവർ. ആ വാക്കൊക്കെ പഠിപ്പിക്കേണ്ട ഒത്തിരി വലുപ്പത്തിലാണ്. ക്രൈസ്തവ ലോകം വല്ലാതെ നീതികേടിന്റെ ജാഗ്രതയുള്ളവരായി വിസ്തരിച്ച് 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 എല്ലാ ജീവിതങ്ങളിൽ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ, പിശാച് തട്ടഹസിക്കുമ്പോൾ, നമുക്ക് ധൈര്യമായി പറയാം, നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. കൃത്യമായി എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് ഇന്ന് വരാം. ക്ഷമിക്കണം, ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് ഇന്ന് വരാം. വന്നാട്ടെ, ഇവിടെ പഠിക്കുമ്പോൾ ഏറ്റവും അധികമായി പഠിക്കേണ്ട ഒരു ഭാഗം അതാണ്. 6-ാം അധ്യായം 1-ാം വാക്യം. സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ ആത്മീയരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയോടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുകയും. അപ്പൊ ഇവിടെ വേണ്ടത് എങ്ങനെയാ? സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തി തിരിച്ചുകൊണ്ടിരണം. സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തി തിരിച്ചുകൊണ്ടിരണം. അവനെ കുടുക്കാനുള്ള ഒടക്ക് വെക്കുന്ന, അടക്കം പറയുന്ന ഒരുപാട് ഫയലുകൾ കയ്യിലുള്ള പാർട്ടികൾ ഓർത്തോളം, അവർ നേരെ പോകുന്നത് നിത്യനരകത്തിലേക്ക്. ചർച്ചകളിൽ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിശാച് ഇത് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം. സൗമ്യതയുടെ ആത്മാവിൽ അനേക കെട്ടുകൾ അഴിക്കുന്ന കരുത്തരായ സാരഥികളായി നമ്മൾ തീരണം. അനേക ബന്ധനങ്ങൾ അഴിയണം. ഇന്നത്തെ ക്ലാസ്സിൽ ബന്ധനങ്ങൾ അഴിയുമെന്ന് ദൈവാത്മാവ് എന്നോട് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് എത്ര ധൈര്യമായിട്ട് ഞാൻ പറയുന്നേ, നമ്മുടെ കുടുംബജീവിതത്തിലെ കെട്ടുകൾ, വ്യക്തി ജീവിതത്തിലെ ബന്ധനങ്ങൾ അഴിയണം. നമ്മുടെ സംസാരം കൊണ്ട് ഉണ്ടാക്കുന്ന ബന്ധനങ്ങൾ അഴിയണം. നമ്മൾ ഉണ്ടാക്കുന്ന കുടുക്കുകൾ അഴിയണം. ഇന്ന് നമ്മൾ ഉറക്കെ പറയണം, ഞാൻ രണ്ടാം മരണത്തിലേക്കുള്ളവരല്ല. ദൈവത്തിന്റെ സിംഹാസനത്തിലും തിരുവഴുത്തിൽ പറയുന്ന കോടതികളിൽ നിന്നും രണ്ടാം മരണത്തിലേക്ക് പോകുന്നവനല്ല. നേരെ തിരിച്ച് യേശുക്രിസ്തുവിനോടൊപ്പം അവന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവനായി തീരണം. ആ വലിയ ലക്ഷ്യത്തിൽ കുതിപ്പോടെ മുമ്പോട്ട് വരാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എന്റെ അകത്ത് ആ വലിയ കുതിപ്പുണ്ടാകണം. ഒരിക്കലും നീതികേട് കൊണ്ട് ഞാൻ ചരിത്രം വാഴാൻ നോക്കരുത്. എന്റെ സാമർത്ഥ്യം വെളിപ്പെടുത്താൻ നോക്കരുത്. പകരം അനീതി മാറ്റിവെച്ച് സൗമ്യതയുടെ ആത്മാവിൽ ചില ജീവിതങ്ങളുടെ ബന്ധനം അഴിച്ച് ആത്മാക്കളെ നേടിയെടുക്കണമെന്ന് ആഗ്രഹമുള്ളവർ എത്ര പേരും? എനിക്കിവിടെ അനുഭവങ്ങൾ പറയാനുണ്ട്. ഇതിന്റെ ഒരു ഭാഗം ഞാൻ ഒരു സ്ഥലത്തെടുത്തപ്പോൾ നടന്ന കാര്യങ്ങൾ കേട്ടാൽ നമ്മൾ ചരിത്രം ഭയങ്കരമാണ്. ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ സമയം വളരെ പോയല്ലോ എന്ന് പേടിക്കുന്നു. ഒരിക്കലും യോജിക്കില്ല എന്ന് പറഞ്ഞ വൈഫിനെ ഒറ്റ ചവിട്ടിനെ പുറത്താക്കിയ ഒരു വ്യക്തി, മുമ്പിൽ മുറ്റത്ത് എന്ന് വീണ ആ സഹോദരി, ആ കുടുംബത്തിൽ നിന്ന് അവളെ മാറ്റി എന്നേക്കുമായി അവളുടെ ബന്ധനം ആണെന്ന് പറഞ്ഞ് അഴിച്ചുവിട്ട് അവളുടെ വീട്ടിൽ കൊണ്ടാക്കി. അത്രയും പറയുമ്പോൾ ഞാൻ വിശദീകരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ എന്നും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നും ആ വിവരം അറിഞ്ഞ അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കർത്താവേ, ആ കെട്ടൊന്ന് അഴിയണേ, ആ ബന്ധനൊന്ന് അഴിയണേ, ആ കുടുംബം നശിക്കല്ലേ കർത്താവേ. പ്രാർത്ഥിക്കാൻ തുടങ്ങി. സ്വർഗം എന്ത് ചെയ്യുന്നറിയാമോ? 3000 കിലോമീറ്റർ അപ്പുറത്തുള്ള ഹസ്ബൻഡ് 3000 കിലോമീറ്റർ ഇപ്പുറത്തുള്ള വൈഫിനെ
ചേർക്കാൻ വേണ്ടി ദൈവം പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഞാൻ നിങ്ങളോട് തുറന്നു പറയുകയാണ്, ദൈവം പ്രവർത്തിച്ചു. നിങ്ങളുടെ മുമ്പിലുള്ള പല കുടുംബങ്ങളുടെ കെട്ടുകൾ അഴിക്കാൻ നിങ്ങളെ ദൈവം ഉപയോഗിക്കുമെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? നിങ്ങളെ ദൈവം ഉപയോഗിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ കൈ ഉയർത്തിപ്പിടിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് 4600 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഒരു ഫോൺ കോൾ എനിക്ക് വന്നു. രാവിലെ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് പാസ്റ്റർ എന്ന് പറഞ്ഞു. അറിയപ്പെട്ട മനുഷ്യൻ. അദ്ദേഹം വൈകിട്ട് വിളിച്ചു. ഞാൻ പറഞ്ഞ ടൈം പറഞ്ഞിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, എത്ര ജീവിതങ്ങളാണ് കടുത്ത വേദനയിലും പ്രതിസന്ധിയിൽ ഇരിക്കുന്നത്, വലിയ ബന്ധനങ്ങളിൽ ഇരിക്കുന്നത്. അവിടെ ബന്ധനങ്ങൾ അഴിക്കാൻ ദൈവം നമ്മെ ഉപയോഗിക്കുമെന്ന് ഉറപ്പുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച. ഞാൻ പറയാൻ കാരണം, നമ്മുടെ പാസ്റ്ററുടെ മോൻ ഇവിടെ ഇരിപ്പുണ്ട്. ചെറിയ മോന്റെ കാര്യം പറയുന്നത്, വലിയ മോന്റെ കാര്യമല്ല. അവരുടെ പേര് മറന്നുപോയി ഞാൻ. ഒരു വാക്ക് ശ്രദ്ധിക്കുക. ജോഷുവയുടെ വലുപ്പത്തിലുള്ള ഒരു കുഞ്ഞ് പിരിഞ്ഞു നിൽക്കുന്ന, ഡൈവോഴ്സ് നിൽക്കുന്ന, അത്രയും പറയാനേ പറ്റുള്ളൂ, നിയമപരമായി സൂക്ഷിക്കണമെന്ന്. ആ കുഞ്ഞ് ആത്മാവിലായപ്പോൾ ആ കുഞ്ഞിന്റെ വീട്ടിലെ കാരണവരോട് ചെന്ന് പറഞ്ഞ വാചകം ഇതാണ്: ഞാൻ പരിശുദ്ധാത്മാവിലായി സന്തോഷിക്കുകയാണ്. എന്റെ അപ്പനും അമ്മയും പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കുന്ന ആഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നടക്കും അപ്പച്ച, നടക്കും അപ്പ. കണ്ണ് നിറഞ്ഞാണ് അവൻ പ്രാർത്ഥിച്ചത്. കണ്ണ് നിറഞ്ഞാണ് അപ്പനോട് ചോദിച്ചത്. ചരിത്രത്തിന് ഇനി യോജിക്കില്ലെന്ന് പറഞ്ഞ് വിധിച്ച ആ ഭാര്യയും ഭർത്താവും ഈ കുഞ്ഞിലുള്ള ആത്മനിറവിനാൽ ആ കെട്ടഴിഞ്ഞ് അവർ ഒന്നായി തീർന്നിരിക്കുകയാണ്. നമുക്ക് അങ്ങനെ ഒരു വലിയ ആത്മനിറവിന്റെ വലിയ പ്രവാഹം വരണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒന്നിച്ച് നമ്മുടെ കരങ്ങൾ ഉയർത്തിയാണ്. കർത്താവെ, നമ്മളെ ഉപയോഗിക്കുന്ന ദൈവത്തിന്റെ പദ്ധതി കണ്ടുകൊണ്ട് പറഞ്ഞാൽ, കർത്താവെ, ഞങ്ങളുടെ ചർച്ചകളിൽ അനേക ജീവിതങ്ങളുടെ കെട്ടുകൾ അഴിയുന്ന വലിയ കോടതിയുടെ മുമ്പിൽ അവർ കണ്ട് അവർ നിത്യനരകത്തിലേക്ക് പോകാതെ ദൈവത്തിന്റെ വലിയ മഹത്വമേറിയ വചനത്താൽ, പ്രാർത്ഥനയാൽ, ആത്മാവിനാൽ കെട്ടഴിഞ്ഞ് ഒന്നായി തീരാൻ തക്കവണ്ണം ദൈവം പ്രവർത്തിക്കാൻ പ്രാർത്ഥിക്കാം. സമയം കഴിഞ്ഞതുകൊണ്ട് നിർത്തുകയാണ്. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ എജി തോമസ് ആണല്ലോ, ഫിലദൽഫിയ ഷാർജ സഭയുടെ ശുശ്രൂഷകൻ. ദൈവദാസന് മൈക്ക് കൈമാറുന്നു. സ്വർഗ്ഗം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന സന്ദേശം ഇന്ന് രാത്രിയിലും ദൈവദാസനിലൂടെ നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ സിംഹാസനങ്ങളെ കുറിച്ച്, ക്രിസ്തുവിന്റെ ന്യായാസനത്തെ കുറിച്ച് നമുക്ക് കേൾക്കുവാനായിട്ട്, പഠിക്കുവാനായിട്ട് സാധിച്ചല്ലോ. ക്രിസ്തുവിനോടൊപ്പം ഹല്ലേലൂയ, ഹല്ലേലൂയ, സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന, ജയിക്കുന്നവർക്ക് ലഭിക്കുന്ന ആ സിംഹാസനങ്ങൾ ഹല്ലേലൂയ കൈവശമാക്കുവാൻ, അത് നമുക്ക് ഹല്ലേലൂയ സ്ഥലത്തോടെ എത്തിച്ചേരുവാനൊക്കെ വന്ന കർത്താവ് നമുക്ക് ഏവർക്കും ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അനേകരുടെ വിടുതൽ, ഹല്ലേലൂയ, ബന്ധിക്കപ്പെട്ട അനേകരുടെ മോചനം ദൈവമക്കളിലൂടെ ദൈവം നിവർത്തിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. കേട്ട സന്ദേശം നമുക്ക് ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. ഇത് യൂട്യൂബ് ചാനലിലൂടെ കേൾക്കുന്ന അനേകർക്ക് ഇത് അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. ശുശ്രൂഷിപ്പാൻ ദൈവത്തിന്റെ വൃത്തിനെ ബലപ്പെടുത്തിയല്ലോ. ദൈവദാസനെ കൂടുതലായി പിന്നെയും ശക്തീകരിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ.